അച്യുതാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് കാസർഗോഡ് വന്ന് ആദ്യമായി ഈ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു ജില്ലാ തലസ്ഥാനത്ത്, അതായത് കാസർഗോഡ്, ഒരു സമര സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നത്. അത് ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു. ആ മാർച്ച് ശ്രദ്ധേയമാകാൻ വേണ്ടിയാണ് അദ്ദേഹം അതിന് വരുന്നതും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കാസർഗോട്ടുള്ള ഒരുപാട് ആളുകൾ കലക്ട്രേറ്റിന് മുമ്പിൽ വന്നിട്ട് ഒരു പ്രതിഷേധ ജാഥ നടത്തി കഴിഞ്ഞ് പിന്നീട് 2006 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. കാസർഗോട്ട് അന്ന് മഞ്ചേശ്വരത്ത് ജയിച്ചത് MLA കുഞ്ഞമ്പുവാണ്. അപ്പോൾ ഈ കുഞ്ഞമ്പുവിൻ്റെ ആദ്യത്തെ അസംബ്ലിയിലുള്ള പോക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന ആളെന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, നമുക്ക് എൻഡോസൾഫാൻ്റെ പ്രശ്നം അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു ചോദ്യം വേണം മാഷെ, നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാൻ എന്താ വഴി, എനിക്കൊരു സബ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻഡോസൾഫാൻ ഇരകളായ മനുഷ്യർ കുറച്ച് പേര് മരിച്ചു പോയതിനെ പറ്റിയുള്ള റിപ്പോർട്ട് കലക്ട്രേറ്റിലുണ്ടായിരുന്നു. 52 ആളുകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് വെച്ചുകൊണ്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാമെന്നുള്ളൊരു തീരുമാനമാക്കി. ആ തീരുമാനത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ചോദ്യം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം, ഞാൻ ഇതും കൊണ്ട് പോവുകയാണ് തിരുവനന്തപുരത്ത്, എന്നിട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നു, അസംബ്ലിയിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചു, പക്ഷെ ഉത്തരം വന്നത് നെഗറ്റീവാണ്, ആരും മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉത്തരം അന്നത്തെ കൃഷിമന്ത്രി പറഞ്ഞു. അത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഒരു കൃത്യവിലോപമായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായി അതൊരു കോളിളക്കം ഉണ്ടാക്കി. അതായത് ഇങ്ങനെ കുറേ പേര് മരിച്ചിട്ടില്ല എന്ന് പറയുകയും മരിച്ച രേഖകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അസംബ്ലിയിൽ അത് പറയുന്നത്, അസംബ്ലിയിലെ ഒരു രേഖയായി നിന്ന് കഴിഞ്ഞാൽ അത് തെറ്റായൊരു പ്രവണതയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. അത് കൂടുതൽ തിരിച്ചറിഞ്ഞ ആളാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ. അപ്പം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് കാസർഗോഡ് മരിച്ചവരുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ഈ ബഹളം വന്നപ്പോൾ. ആ ലേഖനം എഴുതിയ ആളെയും കൊണ്ടുവന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ എൻ്റെ കോളേജിലേക്ക് അവിടുന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വണ്ടി വരുന്നു, അതിലൊരു പ്യൂൺ വരുന്നു. പ്യൂൺ പറയുന്നു, അവിടെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അവിടെ ഒരു ലെറ്റർ എഴുതി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടത്തേക്ക് പോയപ്പോൾ അവിടെ 2 റോവിലായിട്ട് സോഷ്യൽ മിഷൻ്റെയും അതുപോലെ റവന്യൂവിൻ്റെയും പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇദ്ദേഹത്തെ കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി വന്നത്. ഇദ്ദേഹം മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിരിക്കുന്നു, എൻഡോസൾഫാൻ മൂലം ആരും മരിച്ചിട്ടില്ല എന്നുള്ള ലേഖനം. അപ്പം അത് ഇദ്ദേഹത്തെ കൂടി ഇരുത്തിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എവിടെയാ ലിസ്റ്റ് എന്ന് അദ്ദേഹം അധികം ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ കണ്ടിട്ടറിയാം, അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളടുത്ത് 52 പേരുടെ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു സമാധാനം. അദ്ദേഹം നേരത്തെ പറഞ്ഞത് റഹ്മാൻ ഇദ്ദേഹമാണ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നത് കൂടേണ്ടി വന്നതെന്നുള്ള എന്നെ ഒരു അസുഖകരമായ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തമാശ തോന്നി. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഇതുവരെ എവിടെയാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴെവിടുന്ന് എങ്ങനെയാണ് ലിസ്റ്റ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന ആളുകളെല്ലാം കൂടി കൈയടിച്ചു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്, അതായത് ഡോക്ടർ YS മോഹൻകുമാർ, ഞാൻ, അതുപോലെ എന്നെ ഈ പത്രവാർത്ത വന്നപ്പോൾ എന്നോട് സമരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ നാരായണൻ പെരിയ എന്ന് പറയുന്ന എൻഡോസൾഫാൻ വിരുദ്ധ സമിതിയുടെ ചെയർമാൻ, അയാളും ഡോക്ടർ YS മോഹൻകുമാറും
ശ്രീഭദ്രയും ഞാനും ഇരുന്നുകൊണ്ട് അവിടെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. റിപ്പോർട്ട് മീൻസ് ലിസ്റ്റ് ഉണ്ടാക്കി. അത് 144 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കി. 10 20 അതിൽ കൃത്യമായ വർഷം എനിക്കിപ്പോൾ ഓർമ്മയില്ല. 10 20 വർഷത്തെ കാലയളവ് വെച്ച് മരിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് പിറ്റേ ദിവസം തന്നെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, കാസർഗോഡ് വന്നിട്ട് കലക്ട്രേറ്റിൽ ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചിട്ട്, പുറത്ത് നല്ല അന്ന് ഓഡിയൻസ് ഉണ്ട്. കാരണം അപ്പോഴത്തേക്ക് ഇത് പത്രവാർത്തകളായിട്ട് ആളുകളെല്ലാം അറിഞ്ഞു. എൻഡോസൾഫാൻ സംഗതിയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്തോ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു ബോധം ആളുകളിലുണ്ടായി. അപ്പോൾ ആ വന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടിയ ചടങ്ങിൽ വെച്ചിട്ട് അച്യുതാനന്ദനൊരു പ്രസംഗം വളരെ വിനയത്തോടെ വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് 50,000 രൂപ ആശ്വാസധനം കൊടുക്കുന്നു. അതുമാത്രമല്ല, ഞാൻ എൻ്റെ മന്ത്രിയെ കൊണ്ടുവന്ന് അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന് ക്ഷമ ചോദിക്കാൻ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മീറ്റിംഗ് അവസാനിച്ചു. രണ്ടാമത്തെ മീറ്റിങ്ങിന് മുഖ്യമന്ത്രി വന്നു. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. പക്ഷേ എനിക്ക് അതിൻ്റെ ഇൻവിറ്റേഷൻ വന്നില്ല. പക്ഷേ ഞാനവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കലക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ഒരു കുടുംബശ്രീ ഭക്ഷണശാലയുണ്ട്, അവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ അവിടെ ആൾക്കൂട്ടം കണ്ടിട്ട് പോയി ചെല്ലുമ്പോൾ അവിടെ അച്യുതാനന്ദൻ ഇരിക്കുന്നു, സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, രോഗികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും അവിടെ ചെന്നിരുന്നു. അപ്പം നോക്കുമ്പോൾ അവിടെ എന്നോട് ഈ സമരം വേണ്ടെന്ന് പറഞ്ഞ് നാരായണൻ പെരിയാണ് ആദ്യം ഇരിക്കുന്നത്. തൊട്ടടുത്ത് അതേ സംഘടനയുടെ കൺവീനറായ പിന്നെ സുധീർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ തന്നെ എനിക്ക് ഒരു മാനസികമായ ചില പ്രശ്നമുണ്ടായി. അതായത് തക്ക സമയത്ത് പ്രതികരിച്ചാൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവരാരും അങ്ങനെയല്ല. അങ്ങനെ വന്നപ്പോൾ ഞാനും അവിടെ ആൾക്കൂട്ടത്തിലൊരാളായി നിന്നു. അച്യുതാനന്ദ സ്റ്റേജ് ഇറങ്ങി വന്നിട്ട് ഈ രോഗികളുടെ പേര് ആദ്യം വിളിക്കുമ്പോൾ അവരെണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടത്തേക്ക് വന്ന് അദ്ദേഹം നേരിട്ട് ആ രോഗിയുടെ കയ്യിൽ കൊടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അതൊരു വലിയ മാനുഷികമായ പ്രവൃത്തിയായിരുന്നു. ചിലപ്പോൾ മക്കൾ മരിച്ച അച്ഛനെന്ന് പറയുന്നത് ചിലപ്പോൾ 60 70 വയസ്സായ ആളുകളാണ്. അവിടെയാണ് ഈ മനുഷ്യൻ സ്റ്റേജിന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ രോഗികളുടെ കയ്യിൽ 50,000 ചെക്ക് വെച്ച് കൊടുത്തത്. അത് ആദ്യത്തെ ഒരു സംഗതി എന്ന നിലക്ക് എൻഡോസൾഫാൻ്റെ പ്രശ്നത്തിലുണ്ടായ വളരെ മനുഷ്യത്വപരമായ ഒരു സംഗതിയായിരുന്നു അത്. പിന്നീട് അദ്ദേഹം നിരോധനത്തിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ തിരുവനന്തപുരത്ത് കുറേ ദിവസങ്ങൾ ഉപവാസം നടത്തിക്കൊണ്ട്, അതായത് സ്റ്റോക്ക്ഹോമിൽ അംഗരാജ്യങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് അത് 15 ദിവസത്തെ ഒരു ചടങ്ങായിരുന്നു അത്. ആ ചടങ്ങിൽ വെച്ചാണ് നിരോധനം എന്ന് പറയുന്ന ആശയം വരുന്നതും തീരുമാനിക്കപ്പെടുന്നതും. അതിന് നല്ല പ്രഷർ ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ഒപ്പുമരുന്നുള്ള സമ്പ്രദായം ഉണ്ടാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ഉപവാസ സമരം ഉണ്ടായിരുന്നു. അതിൽ 7 ദിവസമാണെന്നാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹം ഉപവാസം കിടന്നു എന്നുള്ളത് ഇതിലെ ഏറ്റവും ചരിത്രപ്രധാനമായ സംഗതിയാണ്. പിന്നീട് അദ്ദേഹം ഈ രോഗികൾക്കുള്ള 144 ആളുകൾക്കുള്ള പണം കൃത്യമായി ആ രോഗികളിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അതിൻ്റെ ആദ്യത്തെ ഇത് അവസാനിപ്പിച്ചത്.